ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക, എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഞാൻ നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. അപ്പം നാനോപ്ലാസ്റ്റിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും. നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഹെയർ ബോട്ടോക്സ് കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സാധനമാണ് നാനോപ്ലാസ്റ്റി. ഇത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ? ആക്ച്വലി ഇത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. കാർബോസിസ്റ്റീൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അതെ, നാനോപ്ലാസ്റ്റിക് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അത് കാർബോസിസ്റ്റീനും പിന്നെ വൈറ്റമിൻസ് പിന്നെ കുറച്ച് സോൾ പ്രോട്ടീൻ ഇതൊക്കെ വെച്ച് ആർഗൻ ഓയിലൊക്കെ വെച്ചിട്ട് ഹെയർ മാനേജബിൾ ആക്കുന്നതിനാണ് നാനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പം ഇതും ഹെയർ ബോട്ടോക്സും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസസ് പറയാം. ഹെയർ ബോട്ടോക്സ് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു 3 to 4 months നിൽക്കും എന്നാണ് പറയുന്നത്. നാനോപ്ലാസ്റ്റി ഒരു 6 to 8 months നിൽക്കും. പിന്നെ നാനോപ്ലാസ്റ്റി ആരാണ് ചൂസ് ചെയ്യേണ്ടത്? നാനോപ്ലാസ്റ്റി ചൂസ് ചെയ്യേണ്ടത് ഈ കുറച്ച് ബൗൺസി ആയിട്ട് ഹെയർ വേണം, ഒരു നാച്ചുറൽ ഫിനിഷ് വേണ്ട ആൾക്കാരാണ് നാനോപ്ലാസ്റ്റി സെലക്ട് ചെയ്യേണ്ടത്. കാരണം ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. എനിക്ക് ആക്ച്വലി അങ്ങനെ വേണ്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നാനോപ്ലാസ്റ്റി ചെയ്തത്. പിന്നെ നാനോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല, വെരി മിനിമമാണ്. നമ്മൾ ന്യൂട്രിയൻസ് വെച്ചിട്ട് കെരാറ്റിൻ കൊടുക്കുക. നാനോ കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള കെരാറ്റിൻ കൊടുത്തിട്ട് നമ്മൾ മുടീൻ്റെ ടെക്സ്ചർ എങ്ങനെയാണോ അത് കെരാറ്റിൻ നമ്മുടെ മുടിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നാനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഫോർമാൽഡിഹൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് കുറച്ച് കോൺട്രവേഴ്സ്യലാണ്, ബട്ട് സ്റ്റിൽ. പിന്നെ പ്രൈസിൻ്റെ റേഞ്ച് പറയുമ്പോൾ നാനോപ്ലാസ്റ്റിക്ക് ഒരു 5,000 to 10,000 ആണ് പറയുന്നത്. ബട്ട് എൻ്റെ ഒരു ലെങ്ത്ത് ചെയ്ത് വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് അത്യാവശ്യം തിക്നെസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് 16,000 ആയി. ബോട്ടോക്സിനൊരു 6,000 to 20,000 ആണ് പറയുന്നത്. അപ്പോൾ ഈ നാനോപ്ലാസ്റ്റിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ്. ഇപ്പോൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ടെക്സ്ചറും മറ്റേ ടെക്സ്ചറും തീരെ മാച്ച് ആവില്ല. പക്ഷേ ഇത് ആക്ച്വലി അങ്ങനെയല്ല. ഇത് നമ്മുടെ ഈ കാണുന്ന ഈ ഹെയർ പഴയ ഹെയർ പോലെ മാറും. അപ്പം ഇവിടെ നിന്ന് വരുമ്പോൾ ആ സെയിം ടെക്സ്ചർ തന്നെയാണ് അതിനും ഉണ്ടാവുക. അപ്പോൾ അത് കാണാനുള്ളൊരു വൃത്തിയോട് പറയും. അപ്പം എന്നെപ്പോലെ ഇങ്ങനെ കേളി ഹെയർ ആണ്, നിങ്ങൾക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആക്കണ്ട എന്നുള്ള ആൾക്കാർ നാച്ചുറൽ ലുക്ക് വേണം എന്നുള്ളവർക്കും ഈ നാനോപ്ലാസ്റ്റി ട്രൈ ചെയ്യാം. ഞാൻ നാനോപ്ലാസ്റ്റി ചെയ്തിട്ട് ഞാൻ വേറൊരു സാലൂണിൽ ചെന്നായിരുന്നു. അപ്പോൾ അവരോട് നാനോപ്ലാസ്റ്റി ചെയ്താന്ന് പറഞ്ഞപ്പം അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഞാൻ നാനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അത്രയ്ക്ക് നാച്ചുറലാണ്. നാനോപ്ലാസ്റ്റി ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 months കറക്റ്റായി. എൻ്റെ ഹെയർ കണ്ടാൽ ഇച്ചിരി ഫ്രിസി ആയിട്ട് തോന്നുമെന്ന് അറിയില്ല, പക്ഷേ ഫ്രിസി ഒന്നുമല്ല, നാച്ചുറൽ പോലെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഉണ്ടോ എൻസ് എന്നോട് അവർ ട്രിം ചെയ്യാൻ പറഞ്ഞായിരുന്നു. കാരണം എൻസ് ഇച്ചിരി ഫ്രിസി ആയിട്ട് കിടക്കും. എൻ്റെ എൻസ് അന്നേ ഫ്രിസി ആയിരുന്നു. പക്ഷെ മാക്സിമം നാനോപ്ലാസ്റ്റിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാനൊരു 5 to 6 months കഴിഞ്ഞിട്ട്, ഒരു 5-6 months കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ആക്ച്വലി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, നാനോപ്ലാസ്റ്റി ചെയ്താൽ അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ ഹെയർ ഫോൾ കൂടും. ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ ഹെയർ ഫോൾ കൂടില്ല. കാരണം ഹെയർ ഫോൾ അല്ല, ഹെയർ ബ്രേക്കേജ് ആണ് ഉണ്ടാവുക. ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് പോകുന്നതാണ്. അതൊരിക്കലും സംഭവിക്കില്ല. നമ്മൾ ഈ ഹെയറിൻ്റെ ലെങ്ത്തിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ ബ്രേക്കേജ് ഉണ്ടാവും. പക്ഷേ ഈ നാനോപ്ലാസ്റ്റിക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ ബ്രേക്കേജ് ഒന്നും തോന്നിയിട്ടില്ല, ഹെയർ ഫോൾ കൂടുന്നതായിട്ടോ. അതിനൊട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇത് കെയർ ചെയ്യാൻ ആകെ അവർ തരുന്ന ഷാമ്പൂ, കണ്ടീഷണർ. ഞാൻ അതുപോലും അല്ല യൂസ് ചെയ്തത്. ഞാൻ വേറെ ലവ് ബൈ പ്ലാനറ്റോ ലവ് പ്ലാനറ്റോ അങ്ങനെ എന്തോ ഒരു നിങ്ങൾക്ക് അറിയുണ്ടാവും ആ ഷാമ്പൂ. പിന്നെ റീക്യൂലിൻ്റെ കണ്ടീഷണറാണ്. ജസ്റ്റ് സൾഫേറ്റും പാരബനും ഇല്ലാത്ത ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്താൽ. എനിക്ക് പിന്നെ ഇച്ചിരി എഫക്റ്റ് കുറഞ്ഞ പോലെ തോന്നിയത്, ഈ നാനോപ്ലാസ്റ്റിൻ്റെ എഫക്റ്റ് പോയി തുടങ്ങിയ പോലെ തോന്നിയത് ഞാൻ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പൂ യൂസ് ചെയ്ത സമയത്താണ്. അത് യൂസ് ചെയ്യുമ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആവില്ല. ഞാൻ അങ്ങനത്തെ ഷാമ്പൂവിന് വേണ്ടി ഒത്തിരി തരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അത് കിട്ടിയതല്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഹെയർ ജേണി. നാനോപ്ലാസ്റ്റി ഞാൻ ആക്ച്വലി എല്ലാവർക്കും എന്നെപ്പോലെ കേളി ഹെയർ ഉള്ളവരെ സജസ്റ്റ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങളെ ഹെയർ, അവരത് എന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് തന്നെയായിരുന്നു. പിന്നെ നാനോപ്ലാസ്റ്റി എനിക്ക് ചെയ്യാൻ ഡൗട്ടായിരുന്നു. പക്ഷെ എൻ്റെ നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് നല്ല കറക്റ്റായിട്ട് പറഞ്ഞു. കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഉണ്ടായി. ഒരു 5 to 6 washes കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ഒരു
ആദ്യത്തെ വർഷം ഞാൻ പക്ക സ്ട്രെയിറ്റ് ലുക്ക് മാറി. പക്ഷേ എനിക്ക് ആക്ച്വലി ആ ലുക്ക് ഇഷ്ടമാണ്. എനിക്ക് ആ പക്ക സ്ട്രെയിറ്റ് ആണെക്കാളും ഒരു നാച്ചുറൽ ലുക്കാണ് എനിക്കിഷ്ടം. അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.